ഹലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു അടിയനത്തിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചു ഈ അടിയനൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. അപ്പം ഞാൻ കൂടുതലും ഓൺലൈനിലാണ് വാങ്ങുന്നത് അടിയനെയും, അതായത് പുറത്തുനിന്നാണ്, അന്യ സംസ്ഥാനത്തു നിന്നാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ വില കുറച്ച് പൊതുവെ ഇവിടത്തെക്കാളും കുറവുണ്ട്, പക്ഷേ പറ്റിക്കപ്പെടാനും ചാൻസ് കൂടുതലാണ്. ഞാൻ പലതവണ വാങ്ങിയപ്പോഴും കളറൊക്കെ നമ്മൾ ഉദ്ദേശിച്ച കളറൊന്നും അല്ല കിട്ടിയത്, മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചില സ്ഥിരമായിട്ട് വിൽക്കുന്ന ആളുകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കളറൊന്നും അങ്ങനെ മാറാറില്ല, നമ്മൾ പറഞ്ഞ കളറുകൾ തന്നെ കിട്ടുന്നതാണ്. പക്ഷേ ഇതിലൊരു കുഴപ്പമുണ്ട്, തീരെ ചെറിയ ചെടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ വലിപ്പം കണ്ടോ, കോഡക്സൊക്കെ വിരൽ വണ്ണുള്ളൂ, മേളിലേക്കാണല്ലോ അതെ, തീർത്തും ചെറുതാണ്. കോഡക്സ് വലിപ്പം ഉണ്ടെങ്കിലും കാര്യമില്ല, അതിൻ്റെ ഗ്രാഫ്റ്റിങ് ചെയ്തിട്ടുള്ള സ്ഥലം, അതിൻ്റെ മേളിലേക്ക് ചെടിക്ക് വലിപ്പം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഇത് സ്റ്റാറിങ് എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. ചെടിയുടെ വണ്ണം കണ്ടോ, വലിപ്പമൊന്നും സാധനമില്ല. ഏകദേശം 300 രൂപ വിലയുള്ള ചെടിയാണിത്. പക്ഷേ ചെടിക്ക് കോഡക്സിന് വലിപ്പമില്ല. ബഡ് ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൈ കിട്ടിയിട്ട് ഏകദേശം 6 മാസമായി. അതിനുള്ളൊരു വളർച്ചയുള്ളൂ ഇതിപ്പം. പക്ഷേ ഈ ചെടിയൊന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള വലിയൊരു ചെടിയാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതൊക്കെ ഞാൻ ഈ അടുത്ത നാൾ മേടിച്ച ചെടികളാണ്. പക്ഷേ ഇതിൻ്റെ വലിപ്പം കണ്ടോ, കോഡക്സ് തീരെ ചെറുതാണ്. അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള പോർഷൻ തീരെ ചെറുതാണ്. ഇതിനൊക്കെ പിന്നെ ഏകദേശം ഒരു 6 ഇഞ്ചേലും ഉണ്ട്. ചിലതെന്നൊക്കെ പറഞ്ഞാൽ 1-2 ഇഞ്ചാണ് ഗ്രാഫ്റ്റ് ചെയ്ത സ്ഥലം. അങ്ങനെയുള്ള ചെടികൾ മേടിച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് സ്വാളോ എന്ന് പറഞ്ഞ ചെടിയാണ്. പക്ഷേ ഇതിൽ അത്യാവശ്യം ഗ്രാഫ്റ്റിംഗ് പോർഷൻ ഉണ്ട്, വലിപ്പമുണ്ട്. പക്ഷേ കോഡക്സൊക്കെ തീരെ ചെറുതാണ്. അതുപോലെ ഇത് റബ്ബി ലവ്, തീരെ ചെറിയ ചെടിയാണ് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിരൽ വണ്ണമുള്ളൂ, കോഡക്സ് ആണല്ലോ. ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒരു വലിയ ചെടിയാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക എന്നെങ്കിൽ ഏകദേശം ഒത്തിരി വർഷങ്ങൾ വേണ്ടി വരും, നല്ല ക്ഷമ വേണം. ഇത് കണ്ടോ, ഇതെല്ലാം ചെറിയ ചെടികളാണ്. അതുപോലെ ഇത് അക്കീര എന്ന് പറഞ്ഞൊരു ചെടിയാണ് കണ്ട, കാര്യം പൂവൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ചെടിക്ക് വലിപ്പമില്ല. ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെടികൾ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ കുറച്ച് വിത്ത്, നാടൻ അടിയനത്തിൻ്റെ നമ്മളെവിടെ നിന്നെങ്കിലും മേടിക്കണം. നല്ല വിത്തുകൾ നോക്കി മേടിച്ചിട്ട് നമ്മളതിനെ റൂട്ട് സ്റ്റോക്കാക്കി വളർത്തിക്കൊണ്ട് വരണം. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ മേടിക്കുന്ന ചെറിയ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെ നമ്മളതിൻ്റെ 2-3 ഗ്രാഫ്റ്റിംഗ് പീസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള നാടൻ ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെടി വലിയ ചെടിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പരിപാടി ഇതാണ്. അല്ലാതെ നമ്മൾ മേടിക്കുന്ന ചെറിയ ചെടി ഒരിക്കലും വളർത്തിക്കൊണ്ടൊന്ന് വലുതാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒത്തിരി സമയമെടുക്കും, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. നമ്മൾ ചെടി നടുന്നത് എന്തിനു വേണ്ടി? സാധാരണ പെട്ടെന്ന് ചെടി വലുതാവണം, അതിൽ പൂക്കളുണ്ടാവണം, അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക. ആദ്യമേ തന്നെ വിത്ത് മേടിച്ചിട്ട് നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് കുറച്ച് ചെടി പാകി എടുക്കുക. ഒരു 6 മാസം മതി നമുക്ക്. ഞാൻ ആ സൈസ് കാണിച്ചു തരാം ചെടി. ഇവിടെ കുറച്ച് ചെടിയൊക്കെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള സൈസായ ചെടികളുണ്ട്, നാടൻ വിത്ത് പാകിയിട്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മളിവിടെ പാകിയെടുത്ത ചെടികളാണ്. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിൽ മേളിൽ പ്രായമുള്ള ചെടികളാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ ചെടികൾ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ സാധാരണ പെട്ടെന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാറില്ല ചെടികൾ. കൂടുതലും ചോട്ടിൽ നിന്ന് 3-4 തണ്ടുകൾ, അതായത്
ഇങ്ങനെ വന്നിട്ട് അതിൽ ഓരോന്നും ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടി വലിപ്പം വെച്ച് കിട്ടുന്നതാണ്, നമുക്ക് കാണാൻ ഭംഗിയാവും. കൂടുതൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കും, കൂടുതൽ കമ്പുകളിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഇത് കൂട്ട് വലിയ ചെടിയുടെ റൂട്ട് സ്റ്റോക്ക് മേടിക്കാൻ കിട്ടും. 250 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ റൂട്ട് സ്റ്റോക്ക് നമുക്ക് പുറത്തുനിന്നുള്ളവരുടെ വിൽക്കാനുള്ളവരുടെ ഉണ്ട്, അവരുടെ നിന്ന് മേടിച്ചെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഗ്രാഫ്റ്റ് ചെടികളിലെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഓരോ തണ്ടുകളിലും പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതൊക്കെ ഞാൻ അങ്ങനെ പിടിപ്പിച്ചെടുത്ത ചെടികളാണ്. പെട്ടെന്ന് ചെടി വലുതാക്കി എടുക്കാനുള്ള ഐഡിയ ഇതാണ്. ഒത്തിരി പൂക്കളായി കിട്ടണം, ഒത്തിരി കമ്പൾ. നന്നായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് ആക്കി എടുക്കണമെങ്കിൽ 2, 3, 4 വർഷങ്ങൾ വേണ്ടി വരും. ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ടുണ്ട്. നമ്മളെല്ലാ കമ്പിലും ഓരോന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അത് പിടിപ്പിക്കാവുന്ന ഈസിയാണ്. നമുക്ക് കുറച്ചൊന്ന് ട്രൈ ചെയ്യുമ്പോൾ ഓക്കെ ആവും, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അത് കിട്ടും. പിന്നെ നമ്മൾ പെട്ടെന്ന് ചെടി പറിച്ച് റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ കോഡക്സ് ഒത്തിരി പൊക്കി വെക്കരുത്. കോഡക്സ് അങ്ങനെ മുകളിലോട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം വളരാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ പുതിയ വേര് അടിയിലേക്കാണ് വളരുന്നത്. അപ്പോൾ നമ്മുടെ പൊക്കി വെച്ച ഭാഗം പിന്നെ ഞങ്ങളുടെ ബൾബ് പോലെ കിട്ടാൻ പാടാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ചെടി ബൾബ് പോലെ ആയെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പൊക്കി വയ്ക്കാവുള്ളൂ. കോഡക്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് 6 മാസം കൂടുമ്പോൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി പൊക്കി വയ്ക്കുകയും ചെയ്യരുത്. നമ്മുടെ കയ്യിലുള്ള ചെടി മാക്സിമം നമ്മൾ വളർത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ മേളിലേക്ക് ഇത് ഉയർത്തി കൊണ്ടുവരാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കൊല്ലമായിട്ട് നട്ടിട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു വർഷമൊക്കെ ആയ ചെടി ഒരിക്കലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പൊക്കി വെക്കരുത്. പൊക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോഡക്സ് പിന്നെ അവിടെ വളരില്ല. പിന്നെ താഴത്തേക്ക് പുതിയതായിട്ട് വേരുണ്ടാകുന്നുള്ളൂ. ഈ വേരാണ് ഭാവിയിൽ ഇത് കോഡക്സ് ആകുന്നത്, വലിപ്പം വെച്ച് വരുന്നത് ബൾബ് പോലെ. അപ്പം നമ്മളത് പെട്ടെന്ന് ഉയർത്തി കഴിഞ്ഞാൽ ഒരു ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെടിയാണ് ഈ ചെടി എൻ്റെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷമായ ചെടിയാണ്. ഞാനിത് തുടക്കത്തിലേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളരാൻ വേണ്ടി കോഡക്സൊക്കെ പൊക്കി വെച്ച് നോക്കി, പക്ഷേ കണ്ട വളരാൻ പാടാണ്. പക്ഷേ ആ സമയത്ത് ഇത് മണ്ടയിടില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വലുപ്പത്തിലായിക്കൊണ്ട് കോഡക്സ്. ഞാനിത് പൊക്കി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊരു വളർച്ചയൊന്നും കിട്ടിയിട്ടില്ല. എപ്പോഴും അതുകൊണ്ട് കോഡക്സ് പരമാവധി തുടക്കത്തിലേ പൊക്കി വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. മണ്ണെടുത്താണ് താത്തി വയ്ക്കുക. പിന്നെ ഒരു ഐഡിയ ഉണ്ട് ചെടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ. നിങ്ങൾ സാധാരണ മണ്ണിൽ ചെടി നട്ട് വയ്ക്കുക. ഒത്തിരി ചെടികളൊക്കെ പറ്റുള്ളൂ. കുറച്ച് ചെടികളൊന്നും ചാടിക്കറി വെക്കരുത്. മഴ നനഞ്ഞാൽ കണ്ടമാനം നനഞ്ഞാൽ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മഴക്കാലമൊക്കെ കഴിയുമ്പോൾ, അതായത് ഏകദേശം ഒരു ഒക്ടോബർ മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും മഴ കുറയും. ആ സമയങ്ങളിൽ നമ്മളിത് ബോട്ടിൽ നിന്ന് കുറച്ച് സാധാ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടി നിങ്ങൾക്ക് വളർന്ന് കിട്ടും. സാധാ മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വെള്ളം വെളിഞ്ഞു പോകുന്നുണ്ട്, പെട്ടെന്ന് വളരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ മണ്ണിൽ വെച്ചിരിക്കുന്ന ചെടികളാണ്. ഇതൊക്കെ ഇനിയിപ്പം അടുത്തൊരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിത് പറിച്ചെടുക്കും. ഒരു ജൂൺ മാസമൊക്കെ അവസാനമാകും, പകുതിയാകുമ്പോഴത്തേക്കും നമ്മളിതിനെ പറിച്ച് വീണ്ടും ഒന്നെങ്കിൽ വെറുതെ വെച്ചാൽ മതി, പറിച്ച് പുറത്തിടുക, മഴ നനയാണ്ട് വയ്ക്കുക. അല്ലെങ്കിൽ പോട്ട് ചെയ്ത് വെക്കാം. യാതൊരു പ്രശ്നവും വരില്ല, ചെടി നശിച്ച് പോകത്തില്ല. പറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വേരധികം പൊട്ടിപ്പോകാതെ പറിച്ചെടുക്കാൻ നോക്കിയാൽ മാത്രം മതി. പിന്നെ ചെടിക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോട്ടിംഗ് മിക്സിലാണ്. മഴ നനയാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചകിരിച്ചോറ് ചേർക്കരുത്. ചകിരിച്ചോറിട്ട് ചെടി വളർത്തിയാൽ മഴയത്ത് വെച്ചാൽ ചെടി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. എപ്പോഴും നല്ല ചരൽ മതി. വെള്ളം ഒരു കാലം നിൽക്കില്ല എന്ന ഇതിലാണെങ്കിൽ മഴയത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് വയ്ക്കാം. ഇതുപോലെ ചരലിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചകിരിച്ചോറിട്ട ചെടികളൊക്കെ എൻ്റെ കുറേ പോയി. അപ്പം ഇതുപോലത്തെ പോട്ടിംഗ് മിക്സാണ്. യാതൊരു കുഴപ്പവും വരില്ല, മഴ നനഞ്ഞാലും വിഷയം വരത്തില്ല. അതുപോലെ ഈ ചെടി ഇടയ്ക്കൊക്കെ ഒന്ന് മഴ നനയ്ക്കുന്നത് നല്ലതാണ്. മഴ നനയുമ്പോഴാണ് ചെടിക്ക് വളർച്ച കൂടുതൽ കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അടിനെയും വളർത്തിയെടുക്കുകയും ചെയ്യാം. നിറയെ പൂക്കളും ഉണ്ടാവും. അപ്പം
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഓക്കെ, ബൈ.